ഹലോ, പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് ഗോവിന്ദൻ വളരെ സങ്കടത്തോടെ ആദർശനോട് പറയുന്നുണ്ട്, എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മോനെ, എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കാൻ പറ്റില്ലേ എന്ന്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കേണ്ട, നാളെ കോടതിയിൽ നിന്ന് എത്രയായാലും അവൾക്ക് ജാമ്യം കിട്ടും. അച്ഛൻ നോക്കിക്കോ, ഇതിൻ്റെ പിന്നിൽ കളിച്ചവരെ കണ്ടെത്തി അർഹമായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടെ ജയൻ ദേവയാനിയോട് പറയുന്നുണ്ട്, നന്ദു ജയിലിൽ കിടക്കുന്നത് നീ ഉൾപ്പെടെ ഉള്ളവർക്ക് വലിയ സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എനിക്ക് അവരോടൊക്കെ നീരസമുണ്ട് എന്ന് വെച്ച് നാളെ SI ആകാൻ പോകുന്ന ഒരു കുട്ടി ജയിലിൽ കിടക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുകയില്ല, പ്രത്യേകിച്ച് അവളുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലാത്ത സാഹചര്യത്തിൽ. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, ഞാനും അച്ഛനും മാറി മാറി എല്ലാവരെയും വിളിക്കുന്നുണ്ട്, പക്ഷേ ഇനി കോടതിയിൽ നിന്നേ ജാമ്യം കിട്ടുകയുള്ളൂ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ആദർശ് വരുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നന്ദുവിൻ്റെ അച്ഛനോടും അമ്മയോടും പറയേണ്ടി വന്നു, അവിടുത്തെ കാര്യം ഭയങ്കര കഷ്ടമാണ് അച്ഛ, അത്രയ്ക്ക് സങ്കടത്തിലാണ് അവരൊക്കെ. ഇനി നാളെ ജാമ്യം കിട്ടിയില്ലെങ്കിൽ നയനയുടെ അച്ഛന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നാണ് എൻ്റെ പേടി. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മയ്ക്ക് ഇത്ര സങ്കടം, ഇതൊക്കെ അമ്മ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ആരും മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കാറുമില്ല. ഒരു തെറ്റും ചെയ്യാത്ത നന്ദു രക്ഷപ്പെടണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. പിന്നെ കാണിക്കുന്നത് അനാമികയുടെ വീടാണ്. അവിടെ ഭയങ്കര സന്തോഷത്തിലാണ് അനാമികയും രേവതിയും, ഭയങ്കര ചിരിയും, നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വേണുവും വരുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, പബ്ലിക് പ്രോസിക്യൂട്ടർ ചില്ലറക്കാരനൊന്നുമല്ല, അതുകൊണ്ട് അവളെ കോടതിയിലിട്ട് കൊടയും. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, ഞാനും വരട്ടെ അച്ഛ, അവളെ കോടതിയിലിട്ട് കൊടയുന്നത് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, നമുക്ക് അവളെ ജയിലിൽ പോയി കാണാം. അപ്പോൾ വേണു പറയുന്നുണ്ട്, അതാ മോളെ നല്ലത്, SI ആകാൻ ആഗ്രഹിച്ചപ്പോൾ ജയിൽ പുള്ളിയായി കിടക്കുന്നത് കണ്ട് നമുക്കെല്ലാവർക്കും ആനന്ദിക്കാം. അതിലിടയ്ക്ക് രേവതി പറയുന്നുണ്ട്, അവളുടെ വീട്ടിലുള്ളവർ ഇപ്പോൾ നെഞ്ചത്തടിയും നിലവിളിയൊക്കെ ആയിരിക്കും എന്നും പറഞ്ഞ് ഒരേ ചിരിയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അവർ മാത്രമല്ല, അവളെ സ്നേഹിക്കുന്ന ഒരുത്തനുണ്ടല്ലോ അനന്തപുരിയിൽ, അവനും ഇപ്പോൾ കൈകാലിട്ടടിക്കുകയായിരിക്കും. അപ്പോൾ വേണു പറയുന്നുണ്ട്, ഇപ്പോൾ നല്ലൊരു അവസരമാണ്, ഇനി നീ അനിയെ ഒന്ന് നന്നായി സ്വാധീനിക്കാൻ ശ്രമിക്കണം. അവനുമായിട്ട് തല്ലും വഴക്കും ഉണ്ടാക്കിയാൽ ഇതൊക്കെ മനസ്സിൽ വെച്ച് അനി നിന്നെ ഇവിടെ കൊണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും നന്ദുവിൻ്റെ ഭാവി ഇതോടെ തീർന്നു, സാക്ഷിമൊഴി അത്രയ്ക്ക് സ്ട്രോങ് ആണ് എന്നും പറഞ്ഞ് 3 പേരും ഭയങ്കര സന്തോഷത്തിൽ ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടെ അനി ഇങ്ങനെ വളരെയധികം വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ജാനകി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ നീ ഇങ്ങനെ വിഷമിച്ചു കൊണ്ട് നിൽക്കുന്നത്, അനാമികയെ ഒരുപാട് വിഷമിപ്പിച്ചവളാണ് നന്ദു, നീ നോക്കിക്കൊടാ, അവളിനി എത്രയായാലും ജയിലിൽ കിടക്കും. എൻ്റെ അനാമിക മോളെ വിഷമിപ്പിച്ചപ്പോൾ ദൈവങ്ങൾക്ക് പോലും സഹിച്ചില്ല, അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അനി പറയുന്നുണ്ട്, അനാമികയും അവളുടെ അച്ഛനും അമ്മയോ അപ്പച്ചിയും പറയുന്നത് പോലെ ഒരിക്കലും അമ്മ പറയരുത്, അവരുടെ കൂടെ ചേർന്ന് അമ്മയും ഇപ്പോൾ അവരെപ്പോലെ മോശക്കാരിയായി മാറിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനയുടെ വീടാണ്. അവിടെ ആരും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ഉറക്കമൊന്നും ഇല്ലാതെ വളരെ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നന്ദു ലോക്കപ്പിൽ ഇരിക്കുന്നതാണ്. അങ്ങനെ പിറ്റേന്ന് പുലർച്ചയായി ദേവയാനി പൂജാമുറിയിൽ കയറി ദൈവങ്ങളോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നന്ദുവിൻ്റെ രക്ഷയ്ക്കായി. എന്നിട്ട് ദേവയാനി വക്കീലിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട ദേവയാനി, സാഹചര്യ തെളിവുകളെല്ലാം നന്ദുവിനെതിരാണ്, എങ്കിലും ഞാൻ നന്നായി ശ്രമിക്കുന്നുണ്ട്, ജാമ്യം വാങ്ങിച്ചെടുക്കാൻ പരമാവധി ശ്രമിക്കാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ജാമ്യം കിട്ടിയതുകൊണ്ട് മാത്രമായില്ല, അവൾക്ക് കേസിൽ നിന്ന് ഒഴിവായാലല്ലേ അവൾക്ക് പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, ആദ്യം നമുക്ക് ജാമ്യം കിട്ടട്ടെ എന്ന്. പിന്നെ കാണിക്കുന്നത് നയനയുടെ വീടാണ്. നയനയും നവ്യയും കോടതിയിലേക്ക് പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. വിഷമിച്ചു കൊണ്ട് നിൽക്കുന്ന വേണുവിനോടും കനകയോടും നയന പറയുന്നുണ്ട്, അച്ഛാമ്മ ഒന്നും വിഷമിക്കേണ്ട, ഇന്ന് തന്നെ തീർച്ചയായും അവൾക്ക് ജാമ്യം കിട്ടും. ഇനി അവൾക്ക് ട്രെയിനിങ് ക്യാമ്പിലൊക്കെ പോകാൻ പറ്റില്ല, പക്ഷെ അടുത്ത ക്യാമ്പ് നടക്കുമ്പോൾ അവൾക്ക് തീർച്ചയായും പങ്കെടുക്കാൻ പറ്റും. ഞങ്ങൾ ഏതായാലും പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ കോടതിയിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ കോടതിയിലെത്തിയപ്പോൾ അവിടെ ദുഷ്ടനായ വേണു പബ്ലിക് പ്രോസിക്യൂട്ടറിനോട് നന്ദുവിൻ്റെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നവ്യയും നയനയും കണ്ടപ്പോൾ അവരുടെ അടുത്തേക്ക് ഒരു വലിച്ച ചിരിയുമായി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നന്ദു രക്ഷപ്പെടുന്നത് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അങ്ങനെ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കില്ലേ എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ വേണു പറയുന്നുണ്ട്, അല്ല മോളെ, സത്യമാണ്, പിന്നെ എന്തെങ്കിലും സഹായമൊക്കെ വേണമെങ്കിൽ ചെയ്തും തരാമല്ലോ. അപ്പോൾ നയന ദേഷ്യത്തോടെ പറയുന്നു, ഒരു സഹായം വേണം, നിങ്ങൾ വാദിച്ച് ജയിച്ച് അവളെ രക്ഷപ്പെടുത്ത്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അയ്യോ അതിന് ഞാൻ വക്കീലല്ലല്ലോ. എന്നിട്ട് നയന പറയുന്നുണ്ട്,
നന്ദുവിനെങ്ങാനും ജയിലിൽ പോകേണ്ടി വന്നാൽ ഇതിന് പിന്നിൽ കളിച്ചവരെ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട. പിന്നീട് സമാധാനത്തോടെ അവർ ജീവിക്കില്ല. അപ്പോൾ വേണു പറയുന്നുണ്ട്, കൊച്ചിൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ ഞാൻ എന്തോ ചെയ്തിട്ട് ആ അഹങ്കാരി പെണ്ണ് ജയിലിലേക്ക് വന്നത് എന്ന്. അപ്പോഴേക്കും അങ്ങോട്ടേക്കൊരു പോലീസ് ജീപ്പ് വരുന്നുണ്ട്. അതിൽ നിന്ന് നന്ദു ഇറങ്ങി വരുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.